കാര്യം തന്നെയാണ്. എന്താ സംഭവിച്ചു? മകൻ ലഹരി ഉപയോഗിക്കും. എന്ന് മുതൽ ഉപയോഗിച്ചു തുടങ്ങി? കുറെ നാളായിട്ട്. ഇപ്പൊ 22ാമത്തെ വയസ്സാണ്. എത്ര വയസ്സ് മുതൽ ഉപയോഗിച്ചതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടത്? എത്ര വയസ്സെന്ന് വെച്ചാൽ ഓന് ഒരു 8ാം ക്ലാസ് മുതൽ നല്ല തിരക്ക് പിടിച്ചിട്ട് ജോലിക്കൊന്നും പോവില്ല. ഭയങ്കര ആദ്യം ഉപയോഗിച്ചു തുടങ്ങിയത് ഏത് ലഹരിയാ? കഞ്ചാവാണ്. 8ാം വയസ്സ് മുതൽ? 8ാം വയസ്സിൽ 8ാം ക്ലാസ് ഒരു 13-14 വയസ്സുള്ളപ്പോൾ ഉപയോഗിച്ചു. ആദ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ ചെയ്തത്? ആദ്യം ശ്രദ്ധയപ്പെട്ടപ്പോ ഉപദേശിച്ച് നന്നാവുന്ന വിചാരിച്ച് അല്ലാതെ ഇപ്പം കുറച്ച് ഒരു വർഷത്തോളായിട്ടേ ഉള്ളൂ. ഇപ്പം പിന്നെ ഇതിന് അഡിക്റ്റ് ആയിട്ട് വേറെ എന്തോ മറ്റേ സ്റ്റിക്കറോ ഉപയോഗിക്കുന്നു. ചില സമയത്ത് ദേഷ്യമാണ്, ചില സമയത്ത് നല്ല സ്വഭാവമാണ്. ജോലിക്കൊന്നും ഇപ്പൊ ഒരു വർഷമായിട്ട് പോവാറില്ല. ഇല്ല. മറ്റു സഹോദരങ്ങളുണ്ട്? ഒരു മോളുണ്ട്. അവര് വിളിച്ചുപദേശിക്കാൻ ദേഷ്യമല്ലാത്ത സമയത്ത് കിട്ടാതെ നിൽക്കുന്ന സമയത്ത് എന്താ കൊണ്ടുപോകാൻ? ഇതിനൊന്നും ആരും മെനക്കെടാനൊന്നും ഇല്ല. ആരും ഇല്ല കൂടെ. സഹായിച്ചാൽ വലിയ ഉപകാരം. കാരണം ഓൻ കൈവിട്ട് പോയിന്. എന്ത് പറഞ്ഞാലും ഓന് തലയിൽ കയറാത്ത രീതിയിലാണ്. ശരിയാക്കാന്ന് പറയും. പക്ഷെ ഇന്ന് വരെ പറയുന്നതൊന്നും അവന്റെ തലയിലേക്ക് കേറുന്നില്ല. ഇപ്പോഴെങ്കിലും ഈ തുറന്നു പറയാൻ കാണിച്ച മനസ്സിന് നിങ്ങളുടെ ഭാഗ്യമേ എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ആ മകനാൽ തന്നെ നിങ്ങളുടെ ചിലപ്പോ അവന്റെ കത്തിക്കിരയാകാം. ചിലപ്പോ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ അതാണ്. അവനിക്ക് ശരിയാകണമെന്ന് മനസ്സിൽ തോന്നിയാലും ഇതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഉമ്മ. അത് മനസ്സിലാക്കുക. പല വീടുകളിലും ഇതുപോലെ തുറന്നു പറയാൻ സാധിക്കാത്ത കുറെ ഉമ്മമാരും ഉപ്പമാരും അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ തുറന്നു പറഞ്ഞ് അവരുടെ ഡി അഡിക്ഷൻ സെന്ററിലും അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലും തുടക്കത്തിലേക്ക് അവർക്ക് ശരിയായ ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ സമൂഹത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അഭിമാനത്തെ കോട്ടം തട്ടുമെന്ന് പേടിച്ചോ നിങ്ങൾ മിണ്ടാതിരുന്നാൽ നിങ്ങളെ മകൻ മാത്രമല്ല നഷ്ടപ്പെടുക, നിങ്ങളെ ജീവനും അപകടത്തിലാണെന്നുള്ള ഓർമ്മ നിങ്ങൾ വെച്ചാൽ മതി. അതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. അത് പല സയന്റിഫിക് വശങ്ങളും അറിയുന്നവർ പോലും പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് ആവില്ല. നമുക്ക് നമ്മളെ മക്കളെ ഒക്കെ തിരികെ ലഭിക്കും, തിരികെ കിട്ടും. അത് കുറെ ആൾക്കാർ തെളിയിച്ചിട്ടുണ്ട്. എന്ത് അഡിക്ഷൻ ആയാണെങ്കിലും നമുക്കൊക്കെ അവർ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കണം. നോ ഡ്രഗ്സ്. നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് ഇല്ലായ്മ ആകുന്നിടത്തോളം കാലം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് എല്ലാവരും ശബ്ദം എടുക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ നിരന്തരമായിട്ട് ഈ ഒരു ഡ്രഗ്സിന്റെ വീഡിയോസുകൾ ഇടുന്നത്. മാക്സിമം ആൾക്കാർ